ഹലോ, ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫയർ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൽ ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഇനി ഫോണ്ടൻ്റ് അല്ല വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾ ഐഡിയയിൽ തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു സ്പൈഡർമാൻ തീമിലാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോണ്ടൻറ്റിൽ എഡിബിൾ പെന്ന് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്ത ശേഷം ഇങ്ങനെ സൈഡിൽ ബോർഡറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഫയർ പേപ്പർ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ലെറ്റേഴ്സ് എഴുതി വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡർ കൊടുക്കുന്നത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമ്മൾ എഴുത്ത് ലെറ്റേഴ്സിനൊന്നും തീ പിടിക്കാതെ മെൽറ്റ് ആകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല നീറ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡർ കൊടുക്കുന്നത്. എഡിബിൾ പെന്ന് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെന്ന് വാങ്ങുക. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഒരു എയർ ടൈറ്റ് ബൗളിൽ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. CNC പൗഡർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. ഒരു എയർ ടൈറ്റ് ബൗളിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് ബൗളിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് എയർ ടൈറ്റ് ആക്കി വെച്ചിട്ട് വെക്കുക. അപ്പോൾ തലേ ദിവസം ഈ പരിപാടികളൊക്കെ കഴിച്ചു. ഇനി വൈറ്റിലുള്ള ഫോണ്ടൻ്റ് എടുത്ത് പരത്തിയിട്ട് ഞാൻ ലെറ്റേഴ്സ് കട്ട് ചെയ്യണം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, ഒരു എക്സൈറ്റ്മെൻ്റ് ആവും ഈ ഒരു കേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്ര ഡേഞ്ചറും കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് എടുത്തൊന്നും നിൽക്കരുത്, അത്രേ ഉള്ളൂ. ഭയങ്കര രസമായിരുന്നത്. എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് തന്നെ ലെറ്റേഴ്സ് ആ ഫോണ്ടൻറ്റിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു നല്ല വൃത്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നോക്ക്. നീനു എന്ത് കേക്കാണ് ഉണ്ടാക്കണേന്ന്? നീനു ഹായ് പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കിയിട്ട് ഹായ്. നീ ഒരു കമ്പിയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ കട്ടിയില്ലാത്ത കമ്പി ഉണ്ടല്ലോ, നമുക്ക് കേക്കിൻ്റെ മുകളിൽ പല ടോപ്പേഴ്സ് പല തീമിലുള്ള, അപ്പോൾ അതൊക്കെ ചെയ്യാനും പിന്നെ ഈ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഈ ഒരു ചെറിയ കമ്പി യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഷോപ്പിൽ തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങാം കേട്ടോ, കാരണം ഇതാണ് നല്ലത്. പിന്നെ ഇതാണ് നമ്മുടെ ഫയർ പേപ്പർ. ഫയർ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റ്, അതായത് A4 ഷീറ്റിൻ്റെ 1/4 ഭാഗം വരുന്നുണ്ട് ഈ ഒരു ഷീറ്റ്. കട്ടിയില്ല, ഏകദേശം ഒരു ടിഷ്യൂവിനെ പോലെ. ടിഷ്യൂ വരുമ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലോ, അങ്ങനെയല്ല, കുറച്ചൊരു ബലമുള്ള പോലെയാണ്. പിന്നെ മുകളിൽ കുറച്ചൊരു ഞാൻ ആദ്യം ടിഷ്യൂ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻസ്റ്റയിൽ ഇതിൻ്റെ വീഡിയോ വന്നപ്പോൾ അവരോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചപ്പോൾ അവരോട് ടിഷ്യൂ അല്ല, അതായത് ഇതിനായിട്ട് സെപ്പറേറ്റ് പേപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ കട്ടിയൊന്നുമില്ല. എൻ്റെ കൈ അതാ നേലടിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു പേപ്പർ. ഈ ഒരു പേപ്പറിന് തന്നെ റേറ്റ് വരുന്നത് 130 കേട്ടോ. പിന്നെ പല സ്ഥലത്തും പല റേറ്റ് ആവും. പിന്നെ ട്രെൻഡ് ആകുമ്പോൾ എന്തായാലും റേറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ആ പേരിൻ്റെ മുകളിൽ എത്രയാണോ നമുക്ക് വേണ്ടതെന്നുള്ള അളവെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഫയർ പേപ്പർ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കത്രിക കൊണ്ട്. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ഫോണ്ടൻ്റ് പുറത്തേക്കൊരു ചെറിയൊരു നനവ് തോന്നുമല്ലോ. അപ്പോൾ ഗ്ലൂ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റ് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ കത്താനും പണിയില്ല. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും അത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ആ ഫയർ പേപ്പർ ഫോണ്ടൻ്റുമ്മേ. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഒരു ഷേപ്പ് എടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഫോണ്ടൻ്റിൽ കൊടുത്ത ഡിസൈൻ തന്നെ ഫയർ പേപ്പറിലും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ എഡിബിൾ പെന്ന് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വരച്ചത്. അപ്പോൾ ഇതിവിടെ ഒട്ടിച്ചു കൊടുത്തു. എഡിബിൾ പെന്ന് യൂസ് ചെയ്താൽ ഒന്ന് നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്പൈഡർമാനെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കമ്പിൻ്റെ സൈസ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ലെറ്റേഴ്സിൻ്റെ ആ ഒരു ഫോണ്ടൻ്റ് ഒട്ടിച്ച് വെക്കുകയാണ്, അതായത് ബോർഡിൽ വെക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ അതിന് ചെറിയ നനവുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഞാൻ സ്പൈഡർമാൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു 2 ചുറ്റൽ ചുറ്റിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ അളവ് നോക്കിയിട്ട് മറ്റേതും അതേ സൈസിൽ കേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാൻ നല്ല കേട്ടോ. അതിലിങ്ങനെ ക്രീമിൽ ഇളകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ സൈസിൽ കറക്റ്റാക്കി എടുത്തിട്ട് ഫോണ്ടൻറ്റിൻ്റെ താഴേക്ക് കുറച്ച് ഭാഗം അടിയിൽ കുത്തി വെച്ച് കൊടുത്തു, ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അളവ് എത്രയാണെന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ചെറുതാക്കി ഒന്ന് വീതി കുറഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് 2 ഭാഗത്തേക്കും കട്ട് ചെയ്തെടുത്തു. പിന്നെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാം. പക്ഷെ ഞാനിവിടെ എഡിബിൾ ഗ്ലൂ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ എഡിബിൾ ഗ്ലൂ ആകുമ്പോൾ നമുക്കൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ വേറെ ടൈപ്പിലൊക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ വെക്കുമ്പോൾ എഡിബിൾ ഗ്ലൂ ചെയ്യാം. ഇതെനിക്ക് ജസ്റ്റ് ഒരു നീളത്തിൽ വെക്കാനല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ നടുവും സെൻറ്ററും മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ആ കമ്പിൻ്റെ ഇടയൊക്കെ വെച്ച് കൊടുത്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വീണ്ടും ഞാനൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ മുകളിൽ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടി കൊടുത്തു. അതോടുകൂടി കേക്കിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞു. ഇനി ഇതൊന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതാണ് നമ്മളെ ടോട്ടലായിട്ടുള്ള വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക്സൊക്കെ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷുഗർ ഇറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യാം. ഇനി കേക്ക് കത്തിക്കട്ടെ? ഇനി കത്തിക്കാ? നെയ്നു ആകെ നെയ്നു കത്തിയാ? ഇവിടെ എന്താ സംഭവിച്ചേ? നെയ്നു ഏതോ ലോകത്താ. ഇപ്പം ഇതാ നമ്മളെ ഫോണ്ടൻ്റെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ സൈഡിൽ ഇങ്ങനെ എങ്ങനെ ഉരുകിപ്പോണ്ട്. പക്ഷെ അങ്ങനെ ഉരുകിയിട്ടില്ല അല്ലേ? ഇതാണ് സംഭവം. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി? എന്നോട് ഇഷ്ടമായത്? അടിപൊളിയാ. എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഇതിപ്പോൾ നെന്നുവിൻ്റെ ബർത്ത്ഡേക്ക് ഉള്ള പോലെ അല്ലേ? ഇതാ ഹാപ്പി ബർത്ത്ഡേ നെന്നു. അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ. അന്ന് ഇതാക്കണം. യൂണിക്കോണോ? നെന്നുവിന് എന്താ വേണ്ടേ? നെന്നുവിൻ്റെ ബർത്ത്ഡേ എന്നാ? നെയ്നുക്ക് യൂണിക്കോണാ? റെയിൻബോ. നെയ്നുക്ക് ഏതാ വേണ്ടേ കേക്ക്? നെയ്നുവിൻ്റെ ഇതാ വേണ്ടത്? നമ്മൾ ഇത് ഉണ്ടാക്കൂലേ? അപ്പൊ ഇനി വേറെ കേക്ക്. എന്നാ നെയ്നുവിൻ്റെ ബർത്ത്ഡേ? നാളെയാണോ? എപ്പോ ചോദിച്ചാലും നെയ്നുവിൻ്റെ ബർത്ത്ഡേ നാളെയാണ്. ഇതാ വേണ്ടത്? എന്നാ ഞാൻ എല്ലാവരോടും ബായ് പറഞ്ഞ. ബൈ ബൈ. നെയ്നു ബായ് പറ. ഫ്ലൈക്കിസ് കൊടുക്ക്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ. ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ സൈഡിലായിട്ട് ഫയർ പേപ്പറിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിയുന്നതും കഴിക്കാതിരിക്കുക. എനിക്ക് കഴിക്കാൻ പറ്റുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ അത് കഴിക്കേണ്ട കേട്ടോ. ആ ഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം കഴിക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണം.